എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കാളൻ കുറുക്കിയതാണ്. ഞാനിതിന് ചേന എടുത്തിട്ടില്ല, കായ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനാവശ്യമായ സാധനം നല്ല കട്ട തൈര്, തേങ്ങ, കായ. നമുക്ക് കായ വേവിക്കാൻ വെക്കാം. കായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ശകലം മുളക് പൊടി. നന്നായി വെന്ത് വരട്ടെ. അപ്പം നമുക്ക് കായ വെന്ത് വരുമ്പോഴത്തേക്ക് തൈര് നന്നായി അടിച്ചെടുക്കണം. നമ്മുടെ കായ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെന്ത കായയിലേക്ക് തൈര് ചേർത്തി കൊടുക്കാം. ഈ തൈര് കിടന്നിട്ട് നന്നായി ഒന്ന് കുറുകി വരണം. കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ, ജീരകം, 2 പച്ചമുളക് അരച്ചെടുക്കാം. ഇതിലേക്ക് അരയ്ക്കാനുള്ള ആവശ്യത്തിനുള്ള ജീരകം, ആവശ്യത്തിന് തേങ്ങ, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കണം. മോരെല്ലാം ഇവിടെ കുറുകി നന്നായി വന്നിട്ടുണ്ട്. നമ്മുടെ മോരൊന്നും പിരിഞ്ഞു പോവില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചത് ചേർത്തി കൊടുക്കാം. നന്നായി അരച്ച തേങ്ങ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്നും കൂടി തിളച്ച് കുറുകി വരണം. അങ്ങനെ നമ്മുടെ കാളം കുറുക്കിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിടണം. ഇതിലേക്ക് വറവിടാം. അപ്പം നമുക്ക് വറവിടാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഒഴിക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ശകലം നെയ്യും കൂടി ചേർത്തി കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. സ്റ്റവ് ഓഫാക്കി കൊടുത്തിട്ട് വേണം നമുക്ക് ഉലുവാപ്പൊടി ചേർക്കാൻ. ശകല ഉലുവാപ്പൊടി. നമ്മൾ വറുത്ത് വെച്ച കൂട്ട് നമ്മുടെ കാളിലേക്ക് ചേർത്തി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി കാളൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.